നാട്ടിലെ കൃഷിക്കാഴ്ചകളും പുത്തൻ നാട്ടറിവുകളുമായി നാട്ടുപച്ച വീണ്ടും എത്തിയിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും കൃഷി ഉപദേശകനായി പേരെടുത്ത ഒരു മലയാളിയെ പറ്റിയാണ് ഇനി നാട്ടുപച്ചയിൽ. ആലപ്പുഴക്കാരൻ ഹരി. കൃഷിയുടെ നാട്ടറിവുകൾ മാത്രമല്ല, പുത്തൻ പുതിയ സാങ്കേതിക വിദ്യകളും ഹരിക്ക് മനഃപ്പാഠമാണ്. ഹരിയുടെ കൃഷിയിടത്തിലെ കാഴ്ചകൾ കണ്ടാൽ ആരുടെയും കൺകുളിരും. എന്നാൽ വെറുതെ കാഴ്ചയ്ക്കു വേണ്ടിയുള്ളതല്ല ഈ കൃഷിയിടം. ഇത് ഹരിയുടെ ജീവിതമാണ്. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ പരീക്ഷണശാലയും. തീർന്നില്ല. കാർഷിക കേരളത്തിനെ കുറിച്ചുള്ള തന്റെ ചിന്തകൾ ലോകത്തെ അറിയിക്കാനുള്ള വേദിയുമാണിത്. ഒരിക്കലും നമുക്ക് അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കാർഷിക വിപ്ലവം നമുക്ക് നോക്കാൻ പറ്റില്ല. കാരണം കാലാവസ്ഥ നോക്കിയിട്ടുള്ള ഒരു കൃഷിക്ക് ഒട്ടും പ്രസക്തിയില്ല. കൃഷി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഗ്രി ടെക്നോളജിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു രീതിയിൽ മാത്രമേ നമുക്ക് ഒരു അഗ്രികൾച്ചർ രംഗത്തൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഹരി പറഞ്ഞതിന്റെ പൊരുൾ അദ്ദേഹത്തിന്റെ പുതുമയേറിയ കൃഷിരീതികളിൽ ചിലത് കണ്ടാൽ മനസ്സിലാകും. അതിലൊന്നാണ് ഈ ചോളകൃഷി. നെൽകൃഷി പോലെ കേരളത്തിൽ ചോളം കൃഷി ചെയ്യാൻ പറ്റുമോ എന്ന പരീക്ഷണമാണ് ഹരി ഇവിടെ നടത്തിയത്. അതേ എന്നാണ് വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുന്ന ഈ ചോളച്ചെടികൾ പറയുന്നത്. ഞാനിതിനകത്ത് യാതൊരുവിധ ഫെർട്ടിലൈസറുകളും ഉപയോഗിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ചാണകവും അതിൻ്റെ ഗോമൂത്രം, അതുപോലെ ഫിഷ് അമിനോ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാക്ഷൻ, കുറച്ച് എല്ലുപൊടി, ഇത്രയിട്ട് ഒരു 2 ദിവസം കൂടുമ്പോൾ നനച്ചും കൊടുത്ത് ആണ് ഈ ചോളം ഇത്ര നന്നായിട്ട് ഡെവലപ്പ് ചെയ്തത്. നമുക്ക് ഏകദേശം ഒരു 150 ഗ്രാമോളം വലിപ്പമുള്ള ചോളമാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. 2.5 സെന്റിലാണ് ചോളം നട്ടത്. 40 സെന്റിമീറ്റർ അകലം വിട്ട് 3 മാസം കൊണ്ട് വിളവെടുക്കാം. ഒരു ചെടിയിൽ നിന്ന് 2 ചോളം കിട്ടും. പൂർണ്ണമായും ജൈവകൃഷി. അതുകൊണ്ട് തന്നെ കിലോയ്ക്ക് 150 രൂപ വില കിട്ടും. പിഞ്ചു ചോളമായും ഉപയോഗിക്കാം. പാലും ചേർത്ത് മിക്സ് തയ്യാറാക്കാം, ജ്യൂസ് ഉണ്ടാക്കാം, ഹെൽത്ത് ഡ്രിങ്ക് ആക്കാം, ഹൽവ, കട്ട്ലറ്റ്, അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. തമിഴ്നാട്ടിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ചോളം എന്ന് പറയുമ്പോൾ അവരതിനകത്ത് ഹോർമോൺ ട്രീറ്റ്മെൻറ്റുകൾ, അത് വളരെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോർമോൺ ട്രീറ്റ്മെൻറ്റുകൾ, അതുപോലെ ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ, പെസ്റ്റിസൈഡ് ആപ്ലിക്കേഷൻ, അങ്ങനെ കുറേയധികം പ്രശ്നങ്ങളിലൂടെയാണ് ആ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലെത്തുന്നത്. എന്നാൽ ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ലാഭകരമായ രീതിയിൽ ചോളകൃഷിയെ നമുക്ക് ഇവിടെ കേരളത്തിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. മറ്റൊരു പരീക്ഷണമാണ് തൂങ്ങിക്കിടന്ന് വളരുന്ന ഈ ചെടികൾ. ചാക്കിൽ ചകിരിച്ചോർ നിറച്ച് ചെടി നട്ടിരിക്കുന്നു. കൃത്യമായ അളവിൽ വളം ജലത്തിൽ ലയിപ്പിച്ച് തുള്ളികളായി നൽകും. മണ്ണിലുണ്ടാകുന്ന അസുഖങ്ങൾ പൂർണ്ണമായിട്ട് ഓവർകം ചെയ്തുകൊണ്ട് നമുക്ക് ചെടിയെ നല്ല ഗ്രോത്തോടുകൂടി വളർത്തിയെടുക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു പരീക്ഷണമാണ് ഞാനിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രോഫിറ്റ് ഗ്രോത്ത് വെജിറ്റബിൾ കൾട്ടിവേഷൻ എന്നാണ് ഞാനിതിന്, PGVC ടെക്നോളജി എന്നാണ് ഞാനിതിനൊരു പേരിട്ടിരിക്കുന്നത്. പരീക്ഷണം ഇത് 2ാം ഘട്ടത്തിലാണ്. ആദ്യഘട്ടത്തിലെ വിളവെടുപ്പ് അത്ര നന്നായിരുന്നില്ല. ആ പോരായ്മകൾ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. ഇത് വിജയകരമായാൽ നല്ലൊരു മാതൃകയാകും. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിലും ചതുപ്പ് നിലങ്ങളിലാണെങ്കിലും ഉള്ള സ്ഥലങ്ങളിലാണെങ്കിലും ഒക്കെ ഏത് ടൈം 365 ദിവസവും കൃഷിക്ക് നമുക്ക് ഉപയുക്തമാക്കി എടുക്കാൻ ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കും. അത് സാധാരണ ഈൽഡിനേക്കാൾ നല്ലൊരു ഈൽഡിലേക്ക് അതിനെ കൊണ്ടുപോകാൻ സാധിക്കും. ഹരിയുടെ വീട്ടിലേക്ക് കടക്കുന്ന വഴിയുടെ ഇരുവശവും നിറയെ പച്ചക്കറികളാണ്. സാധാരണയിലും ഉയരമുള്ള ഈ തക്കാളി ചെടികളാണ് മുറ്റത്തിന്റെ ഐശ്വര്യം. ഇത് ഇൻഡിറ്റർമിനേറ്റ് വെറൈറ്റിയാണ്. അതായത് ഏകദേശം ഒരു 8 മീറ്ററോളം ഹൈറ്റിൽ ഇത് വളരും. ഒരു ചെടിയിൽ നിന്ന് 9 മാസം വരെ വിളവെടുക്കാം. 40 കിലോഗ്രാം വരെ ഒരു ചെടിയിൽ നിന്ന് കിട്ടും. സാധാരണ തക്കാളി ചെടിക്ക് 4 മാസത്തിലധികം ആയുസ്സില്ലെന്നും കിട്ടുന്നത് 5-6 കിലോയാണെന്നും ഓർക്കണം. ഇനി വീടിന് പിന്നിലെ പാടത്തേക്ക്. 1 ഏക്കറാണ് വിസ്തൃതി. പൂർണ്ണമായും ജൈവകൃഷി. ചെടികൾക്ക് തുള്ളി നനയാണ് നടപ്പാക്കുന്നത്.
ബാഷ്പീകരണം വഴി ജലം നഷ്ടമാകാതിരിക്കാനും രോഗങ്ങൾ വരാതിരിക്കാനും കളയൊഴിവാക്കാനും മൾച്ചിങ് ഷീറ്റ് വിരിച്ചു. അധ്വാനവും കുറച്ചു. അമിത വളപ്രയോഗം വേണ്ട. ജൈവകെണികൾ ഉപയോഗിച്ച് കീടനിയന്ത്രണം. അതിന്റെ ഭാഗമാണ് ഈ മഞ്ഞ തൂണുകൾ. ഇതിൽ ഗ്രീസോ ആവണക്കെണ്ണയോ പുരട്ടിയാൽ കീടങ്ങൾ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. മറ്റൊന്ന് ഫ്യൂമിഗേഷൻ മെത്തേഡുകളാണ്. ഇപ്പോൾ ഇത് ഗന്ധകം, വൈകുന്നേര സമയങ്ങളിൽ ഗന്ധകം പുകച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയ കരിയിലകൾ കൂട്ടി നമ്മൾ പുകയിട്ട് കൊടുക്കുക. ഇതൊക്കെ ഫ്ലവറിങ് ടെൻഡൻസി ചെടികൾക്ക് ഉണ്ടാകാനായിട്ട് വളരെയധികം. വലിയ പുഴുക്കളെ നിരീക്ഷിച്ച് കൈകൊണ്ട് തന്നെ എടുത്തു നശിപ്പിക്കും. വേപ്പെണ്ണ ലായനിയും ട്രൈക്കോഡെർമയും ഫിഷ് അമിനോ ആസിഡും കൃഷിയിടത്തിലെ ഹരിയുടെ കൂട്ടുകാരാണ്. ഒരു തവണ മാത്രമേ ജൈവവളം നൽകൂ. 8 മാസം പഴക്കമുള്ള ചാണകപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. ചെടിയുടെ തുടക്കം മുതൽ വേണ്ട പരിചരണം ശാസ്ത്രീയമായി നൽകും. സാധാരണ നമ്മുടെ നാട്ടിൽ ആളുകൾ ചെയ്യുന്ന ഒരു കൃഷി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫ്ലവറിങ് സ്റ്റേജ് ആകുമ്പോഴത്തേക്കുമാണ് കുറേ വളങ്ങൾ കൊണ്ടുവന്ന് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് തീർത്തും അശാസ്ത്രീയമാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം പെട്ടെന്ന് ചെടി ഒരു പ്രത്യേക സ്റ്റേജിൽ നിൽക്കുകയാണ്. അത് കൃത്യമായിട്ട് ഉള്ള മൂലകങ്ങൾ വിഘടിപ്പിച്ച് അത് അയോണുകളാക്കി അത് പ്രോസസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് നമ്മൾ കുറേ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പ്രവർത്തനം മൊത്തത്തിൽ സ്റ്റോപ്പ് ആവും. കൂനകളുണ്ടാക്കി ഇടയ്ക്ക് സ്ഥലം വിട്ടാണ് പാവലും മറ്റും പാകുന്നത്. ഇതാണ് ജലസേചനത്തിനും പരിചരണത്തിനും സൗകര്യം. കൃഷിയിടത്തിലെ പണിക്ക് അധികം പണിക്കാരെ പുറത്തുനിന്ന് ഉപയോഗിക്കില്ല. നടിയിൽ, പന്തലിടിയിൽ തുടങ്ങിയ സമയത്ത് മാത്രം. പണികൾക്ക് വീട്ടുകാർ തന്നെ ധാരാളം. അമ്മയും ഭാര്യയും മക്കളും അവരവർക്കാകും പോലെ ജോലി ചെയ്യും. നമുക്ക് കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നേരം പോക്കാണ് ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ അത്ര ലാഭകരമല്ലാത്ത ഒരു രീതിയാണ്. പക്ഷേ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോഴത്തേനും കൃഷി എന്ന് പറയുന്നത് ഒരു വ്യവസായമാണ്. അവർ കൃഷി എന്ന് പറയാറില്ല, വ്യവസായം എന്നേ പറയാറുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് അവരുടെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ കൃഷി എങ്ങനെ ലാഭകരമാക്കാമെന്നുള്ളതാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കൃഷി പഠനങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇത് ഹരിയുടെ വീട്ടിനടുത്തുള്ള കൃഷിയിടമാണ്. ഇവിടെ സുഹൃത്തുമായി ചേർന്നാണ് കൃഷി. 2.5 ഏക്കറിൽ ഇത്തരത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. 22 ഏക്കറിൽ കൃഷി ഉപദേഷ്ടാവായും പ്രവർത്തിക്കുന്നു. നെതർലാൻഡ്സിൽ ഗ്രീൻ ഹൗസ് മാനേജ്മെന്റ് പഠിച്ച അനുഭവ സമ്പത്തും ഹരിക്കുണ്ട്. ഹരിയുടെ കൃഷിയിലെ വൈദഗ്ധ്യം വിദേശത്തുമെത്തി. ഞാൻ ഖത്തറിൽ അൽബദർ എന്നൊരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പോളിഹൗസ് കൺസൾട്ടൻ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ സൗത്ത് ആഫ്രിക്കയിലെ ചാഡ് എന്ന് പറഞ്ഞ രാജ്യത്ത് അവിടെ റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് വേണ്ടി സാധാരണ ജനങ്ങളിലേക്ക് ഹൈടെക് അഗ്രികൾച്ചറിൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള രീതി നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു NGO നമ്മളെ സെലക്ട് ചെയ്തായിരുന്നു. അവിടെയും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫോട്ടോഗ്രഫിയും ഗ്രാഫിക് ഡിസൈനിങ്ങും പഠിച്ച് ഓഫ്സെറ്റ് പ്രിന്റിങ്ങും മൾട്ടിമീഡിയ ബിസിനസ്സും ചെയ്ത ശേഷമാണ് ഹരി കൃഷിയിടത്തിലെത്തിയത്. 8 വർഷമായി പൂർണ്ണ കർഷകൻ. ആരാണ് മുഴുവൻ സമയ കർഷകനാകാൻ പ്രേരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഹരി സുകുമാർ അഴീക്കോടിന്റെ പേര് പറയും. മാഷും ഞങ്ങളുമായിട്ട് വളരെ നാളത്തെ ബന്ധമുണ്ടായിരുന്നു. എൻ്റെ എല്ലാ സംരംഭങ്ങളും ഉദ്ഘാടനം ചെയ്തത് മാഷായിരുന്നു. ഇപ്പോൾ ഒരു പ്രസംഗവേദിയിൽ മാഷ് പറയുകയുണ്ടായി, വരും കാലഘട്ടത്തിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ കുതിക്കുന്നത് അഗ്രികൾച്ചറിലായിരിക്കും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ടോക്ക്. അപ്പോൾ അതിൻ്റെ ഒരു അനന്ത സാധ്യതയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുകയും അങ്ങനെയാണ് ഞാൻ കൂടുതലും കൃഷിയിലേക്ക് വരാനിടയായത്. ഇനി ഹരിയുടെ റെയിൻ ഷെൽട്ടറിലേക്ക്. സ്ഥലപരിമിതിയും കാലാവസ്ഥാ പ്രശ്നവും മറികടക്കാനുള്ള ഉപായം. മട്ടുപ്പാവിൽ 500 ചതുരശ്ര അടിയിലാണ് ഇത് ഉയർത്തിയിരിക്കുന്നത്. UV ഷീറ്റും GI പൈപ്പും ഉപയോഗിച്ച്. ഗ്രോ ബാഗുകളുടെ ഭാരം പരമാവധി കുറയ്ക്കാനായി ബാഗിലെ മിശ്രിതത്തിന്റെ പകുതിയും ചകിരിച്ചോറാണ്. മട്ടുപ്പാവിൽ ചോർച്ച ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ മിക്കയിടത്തും നമ്മൾ ചെയ്യുന്നത് ആദ്യമായിട്ട് നന്നായിട്ട് ഈ സ്ഥലം ക്ലീനാക്കിയിട്ട് നല്ല ന്യൂസ് പേപ്പർ അതിൻ്റെ മുകളിൽ വിരിച്ചിട്ട് അതിന് മുകളിൽ ടാർ നന്നായിട്ട് ഉരുക്കി ഒഴിക്കും. ടാർ ഉരുക്കി ഒഴിച്ച് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും വെള്ളം ലീക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടാവില്ല. അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് പറ്റുമെങ്കിൽ ഒരു മൾച്ചിങ് വീട് മാറ്റും ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മുടെ വീടിനൊരു പ്രശ്നം ഉണ്ടാവില്ല. ചെറിയും തക്കാളിയുമൊക്കെയാണ് ഇവിടുത്തെ കൃഷി. 8-10 ഇനങ്ങൾ ഇങ്ങനെ മട്ടുപ്പാവിൽ കൃഷി ചെയ്യാം.
വീട്ടിന് മുകളിൽ 1 മണിക്കൂർ ചെലവഴിക്കാനുണ്ടെങ്കിൽ വീടിനാവശ്യമായ മുഴുവൻ പച്ചക്കറികളും സ്വന്തമായി ഉണ്ടാക്കാമെന്ന് ഹരി പറയും. നാട്ടിൽ പോളി ഹൌസ് തരംഗമാകുന്നതിന് വളരെ മുമ്പേ അതിലും പരീക്ഷണം നടത്തിയിട്ടുണ്ട് ഹരി. ഫാമിൽ നിന്ന് നേരിട്ടും അടുത്തുള്ള ചന്തകൾ വഴിയുമാണ് ഇവിടത്തെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്. വിപണി മുന്നിൽ കണ്ട് മാത്രമേ കർഷകൻ പ്രവർത്തിക്കാവൂ എന്ന് ഹരി ഉപദേശിക്കുന്നു. വിത്തിടുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ സീസൺ നോക്കിയിട്ടുള്ള ഒരു കൃഷി നമ്മൾ നോക്കണം. ഇപ്പോൾ മണ്ഡലകാലം തുടങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിൽ പൊതുവെ വെജിറ്റബിളിന് വളരെ ഡിമാൻഡുള്ളൊരു കാലാവസ്ഥയാണ്. അതുപോലെ ഓണക്കാലത്ത് ഈ സമയങ്ങളിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ട് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്, വിപണി നല്ല വിലയും കിട്ടുന്നത് ഈ സമയത്ത്. അതുപോലെ മഴക്കാലത്ത് മിക്കവാറും ഇവിടെ കൃഷി ഉണ്ടാവില്ല. ആ സമയത്തൊക്കെ നല്ല വിലയായിരിക്കും. കഴിഞ്ഞ മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ പാവയ്ക്കൊക്കെ 100 രൂപ വരെയൊക്കെ വന്ന അവസരങ്ങളുണ്ട്. പറിച്ചെടുത്താൽ തന്നെ ചന്തയിൽ എത്തിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ തൂക്കം കുറയും. ഫ്രഷായി കൊടുത്താൽ പണവും കൂടുതൽ കിട്ടും. പൂർണ്ണ ജൈവ കൃഷിയായാൽ വിപണിയിലും അതിന്റെ ഗുണമുണ്ടാകും. ഇപ്പോൾ ഒരു വെണ്ടയ്ക്കയാണെങ്കിൽ തന്നെ 365 ദിവസവും വെണ്ടയ്ക്ക മാർക്കറ്റിൽ എത്തിച്ചാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ബ്രാൻഡിങ് അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത്, നമ്മുടെ ഈ സ്ഥലത്തെ കൃഷി ഏകദേശം തീരാറാവുന്ന ഘട്ടത്തിൽ തന്നെ മറ്റു സ്ഥലങ്ങളിൽ അടുത്ത ക്രോപ്പ് നമ്മളിടുകയും ഇത് തീരുമ്പോൾ അടുത്ത് മാർക്കറ്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് അവിടുത്തെ കൃഷിയെ നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പച്ചക്കറി കൃഷിയിൽ പരമ്പരാഗത ശൈലികളിൽ നിന്ന് ഏറെ മുന്നിലാണ് ഹരിയുടെ രീതികൾ. അതുതന്നെയാണ് തന്റെ ശൈലിയുടെ വിജയമായി അദ്ദേഹം പറയുന്നത്. സഹകർഷകരോട് ഒന്നേ ഹരിക്ക് പറയാനുള്ളൂ: മാറുന്ന കാലത്തിനനുസരിച്ചുള്ള മാറ്റം കർഷകനും വേണമെന്ന്. കൃഷിയുടെ നൂതന വിദ്യകളെ പറ്റി അറിയാൻ ഹരിയുമായി ബന്ധപ്പെടാവുന്നതാണ്. വിലാസം ശ്രദ്ധിക്കുക: സി ഹരിഹരൻ, ചന്ദ്രാലയം, നടുവത്ത് നഗർ PO, അരുക്കുറ്റി, ചേർത്തല. ഫോൺ നമ്പർ 9048002625. നമ്പർ ഒരിക്കൽ കൂടി 9048002625. നാട്ടുപച്ചയിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ഇടുക്കി തൊടുപുഴയിലെ ലൂക്കോസ് ചേട്ടൻ പ്രായത്തെ വെല്ലുവിളിച്ച് കൃഷിപ്പാടത്ത് അത്ഭുതം വിളയിക്കുന്ന ഒരു കർഷകനാണ്. കൃഷി ചെയ്യാൻ മാത്രമല്ല, പുതിയ പരീക്ഷണങ്ങൾ നടത്താനും പ്രായം അദ്ദേഹത്തിന് ഒരു തടസ്സമേയല്ല. നോട്ടത്തിലോ പ്രവൃത്തിയിലോ ലൂക്കോസ് ചേട്ടന്റെ പ്രായം മനസ്സിലാവില്ല. 18-ാം വയസ്സിൽ തുടങ്ങിയ കാർഷിക ജീവിതം ഇപ്പോൾ 60 ആണ്ട് പിന്നിടുന്നു. ചെരുപ്പിടാത്ത കാലുകളുമായി പാടത്തും പറമ്പിലും ലൂക്കോസ് ഓടിയെത്തുന്നു. ഇന്നും കൃഷിയിടത്തിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ തൊടുപുഴ കോടിക്കുളം തോട്ടുപാറ വീട്ടിൽ ലൂക്കോസിന് മനസ്സില്ല. കൃഷിയെക്കുറിച്ച് പണ്ടേ ഉറച്ചുപോയ ചില ധാരണകളാണ് അതിനു പിന്നിൽ. കൃഷിയാണ് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള. വേറൊരുത്തിനെ മുട്ടാൻ പോകണ്ട കാര്യം. മറ്റു പണികൾ ഞാൻ പ്ലാൻ ഇടാഞ്ഞിട്ടല്ല, വണ്ടി എടുത്തിട്ടും വേണ്ടാന്ന് വെച്ചു. അതൊന്നും നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് നടക്കാൻ പറ്റില്ല. ഒരുത്തിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗുണവുമില്ല. ഇതാകുമ്പോൾ ഇപ്പോൾ ഓരോന്നും ചെന്നില്ലേ ഒന്നും പോകാനില്ല. നെല്ലും മീനും താറാവും ഒന്നിച്ച് കൃഷി ചെയ്ത് നേടിയ വിജയമാണ് ലൂക്കോസ് ചേട്ടന്റെ പ്രധാന പ്രത്യേകത. ഈ കുളം വിവിധയിനം മത്സ്യങ്ങളുടെ വാസസ്ഥലമാണ്. ഈ താറാവുകൾക്ക് കൊടുക്കുന്ന തീറ്റയുടെ അവശിഷ്ടങ്ങളും താറാവുകളുടെ മാലിന്യം കൊണ്ട് വളരുന്ന ചെടികളുമാണ് മത്സ്യങ്ങളുടെ ഭക്ഷണം. 20 വർഷമായി മത്സ്യകൃഷി തുടങ്ങിയിട്ട് ഒരു വർഷം ശരാശരി 60 കിലോ വരെ വിളവെടുക്കും. 1 കിലോയിൽ താഴെ തൂക്കമുള്ള മീനുകളെ തിരികെ പാടത്ത് തന്നെ വിടും. കട്ലയുണ്ട്, രോഹുണ്ട്, ഗ്രാസുണ്ട്, സിൽവറുണ്ട്, കോമൺ കാർപ്പുണ്ട്, നട്ടറുണ്ട്, നൈനോട്ടിക്കുണ്ട്. പിന്നെ ഗിൽറ്റ് തിലോപ്പിയ കരോട്ട് വേറെടുത്ത് ഇട്ടേക്കുക. വരാലുണ്ട്, നാടൻ മുഴിയുണ്ട്, കാരിയുണ്ട്, നാടൻ മീനുകളെല്ലാം ഉണ്ട്. താറാവിന്റെ മുട്ടയും ഇറച്ചിയും നല്ല വരുമാനം നേടിക്കൊടുക്കും. ഒപ്പം അതേ ഇടത്തിൽ നിന്ന് കിട്ടുന്ന മത്സ്യസമ്പത്തും പണം കൊണ്ടുവരും. മീൻ കുഞ്ഞുങ്ങളെ തൃശൂരിൽ നിന്നും മത്സ്യവകുപ്പിൽ നിന്നും പാടത്തെത്തിക്കും. കണ്ടവും കുളവും അടുത്തടുത്തായതിനാൽ മത്സ്യങ്ങൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാം.
മീൻ വിൽക്കാൻ ആവശ്യക്കാരെ തേടി പോകേണ്ടതേയില്ല. മീൻപിടുത്തമുണ്ടെന്നറിഞ്ഞാൽ ആളുകൾ അന്വേഷിച്ചു വന്നുകൊള്ളും. ചോദിക്കുന്ന വില തന്ന് കൊണ്ടുപോകാൻ. ഒരു വർഷം കഴിയുന്നതാണ് നമുക്ക് ലാഭം. ഒരു വർഷം കൊണ്ട് പിടിച്ചാൽ കൂടി വന്നാൽ 1 കിലോ 1.5 കിലോ കൂടുതൽ വരില്ല. അതൊരു 3 മാസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ പിടിക്കണമെങ്കിൽ 4 കിലോ 3 കിലോയിൽ കുറയും. ആ 3 മാസം കൊണ്ട് നല്ല വളർച്ച കിട്ടും. നെൽകൃഷിയിൽ നാടൻ ഇനങ്ങളെ തിരഞ്ഞെടുക്കൂ. ഒറ്റഞ്ഞാർ കൃഷിയാണ് പഥ്യം. 7 വർഷമായി ഒറ്റഞ്ഞാർ കൃഷി ആരംഭിച്ചിട്ട്. മുണ്ടകനാണ് ഇവിടെ വിതച്ചിരിക്കുന്നത്. വെള്ളം കൂടുതൽ വന്നാലും ഞാർ കേടാകില്ല. ഒരു പൂ കൃഷിയാണ്. മകരത്തിലാണ് കൊയ്ത്ത്. എന്തുകൊണ്ട് ഒറ്റഞ്ഞാർ കൃഷി എന്ന് ചോദിച്ചാൽ ലൂക്കോസ് ചേട്ടൻ എണ്ണിത്തുടങ്ങും. 30, 31, 32, 33, 34 കതിരുണ്ട്. ആ 34 കതിര് നമ്മൾ അടുത്തടുത്ത് നിന്നാൽ കതിരിന് എത്രയും കട്ടി കിട്ടുകയില്ല. നെല്ലിന് എത്രയും കട്ടി വരില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ നമുക്ക് വിളവിൽ കൂടുതൽ കിട്ടും. പൂർണ്ണമായും ജൈവ രീതിയിലാണ് നെൽകൃഷി. ഞാറ് നടുന്നതിനും നിലമുഴുന്നതിനുമെല്ലാം കുടുംബാംഗങ്ങൾ സഹായിക്കും. നെൽപ്പാടത്ത് മീനുകളും താറാവുകളും സന്തോഷമായി വളരുന്നതിന്റെ ഗുണം ചേട്ടൻ തന്നെ വിവരിക്കും. നെല്ലിനകത്ത് എന്ന് പറയുമ്പോൾ മീനിന് ഒളിച്ച് നടക്കാനുള്ള സൗകര്യം കൂടുതൽ വരും. അവർക്ക് കൂടുതൽ ഇതേക്കൂടി ഉരുമയൊക്കെ നടക്കുന്നതുകൊണ്ടായിരിക്കണം കൂടുതൽ വളർച്ചയുണ്ട് മീനിന്. പിന്നെ താറാവ് ഇതിൻ്റെ ഇടയ്ക്കൂടെ നടക്കും. നെല്ലിന് യാതൊരു കേടും ഉണ്ടാവില്ല. ഇതിനകത്ത് പറഞ്ഞ ഓലപ്പുഴുവിൻ്റെ കേടുണ്ടായിരുന്നു ആദ്യം. ഞാൻ യാതൊരു പണിയും ചെയ്തില്ല. അത് തന്നെ പോയി. ഇപ്പം ഈ കാണുന്ന വിധത്തിൽ നല്ലതായിരുന്നു. നെൽകൃഷി മനസ്സ് കൊടുത്ത് ചെയ്താൽ ഒരിക്കലും നഷ്ടം വരുത്തില്ലെന്ന് ഇദ്ദേഹം ആണയിടും. വീട്ടാവശ്യം കഴിഞ്ഞ് നല്ല വിലയ്ക്ക് വിൽക്കാൻ കഴിയുന്നുണ്ട്. ലൂക്കോസ് ചേട്ടന്റെ നെല്ലിന്റെ പ്രശസ്തി തൊടുപുഴയിലോ ഇടുക്കിയിലോ മാത്രം ഒതുങ്ങുന്നതല്ല. സ്വന്തം അധ്വാനത്തിന്റെ ഫലം വിമാനം കയറി രാഷ്ട്രപതി ഭവനിലെത്തിയ കഥ ചേട്ടൻ അഭിമാനത്തോടെ ഓർക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. ആ ചോന്നയായിട്ട് ഇതുപോലെയാണ് അബ്ദുൽ കലാം ജൈവനെല്ലിനെ പറ്റി തൊടുപുഴ മീറ്റിങ്ങിൽ വന്നപ്പോൾ പുള്ളി കൃഷി രീതിയെ പറ്റി കേട്ടു. വേഗം പുള്ളിയുടെ പേർക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് ഡൽഹിയിൽ ചെന്നിട്ട് വിളിച്ചു, കളക്ടറെ വിളിച്ചു. ഇച്ചിരി നെല്ല് വേണമെന്ന് പറഞ്ഞു. നെല്ല് വേണമെന്ന് പറഞ്ഞപ്പോൾ അവരവർക്ക് ഇവിടെ വന്നു. ആഡിയോയും വില്ലേജ് ഓഫീസറും കൂടെ വന്നു. ഇപ്പോൾ ഒരാൾക്ക് മരുന്നിനാണ് ഇച്ചിരി ജൈവനെല്ല് വേണമെന്ന് പറഞ്ഞു. അതിനാണ് നെല്ല് തരാം. നെല്ല് നമ്മൾ ജൈവ ഉള്ളു, വേറൊന്നുമില്ല, തരാമെന്ന് പറഞ്ഞു. ആ സാധനത്തിൽ പൊതിഞ്ഞ് സാധനം കയറിപ്പോയി കഴിഞ്ഞ് ഒരു പ്ലെയിൻ കയറിയതിന് ശേഷമാണ് ഈ സാധനം ഇന്ന വഴിക്ക് പോയെന്ന് അറിഞ്ഞു. പറവകൾ വന്ന് മീൻ കൊണ്ടുപോകാതിരിക്കാൻ കുളത്തിന് മുകളിൽ വല കെട്ടിയപ്പോഴാണ് പുതിയൊരാശയം മനസ്സിൽ വന്നത്. നല്ല വെയിൽ കിട്ടുന്ന വലയുടെ ഭാഗം എന്തിന് വെറുതെ കളയണം? അങ്ങനെ കുളത്തിന്റെ കരയിൽ ചെടികൾ നട്ട് വലയിലേക്ക് പടർത്തി. മുളകൾ കൂട്ടിക്കെട്ടി ചങ്ങാടം പോലെ ഉണ്ടാക്കിയാൽ പോയി വിളവെടുക്കാം. നെറ്റ് നീർക്കാക്കയുടെ ഉപദ്രവത്തിന് വേണ്ടിയിട്ടാണ് നെറ്റിട്ടത്, മീൻ പിടിക്കാണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഇതേ കൂടി പയറ്, പാവല്, പടവലം, ഇങ്ങനെയുള്ള പീച്ചിൽ, വെള്ളിരി, ഇതെല്ലാം ഇതേ കൂടി കയറ്റി വിടാവുന്ന പ്ലാന്റ് കുറേശ്ശെ കയറ്റി. അപ്പോൾ അത് നന്നായിട്ടുണ്ടാകും. കേടുകൾ വളരെ കുറവാണ്. നെല്ലിലും താറാവിലും മീനിലും ഒതുങ്ങുന്നില്ല കൃഷി. 250ഓളം റബ്ബർ മരങ്ങൾ, 20ലധികം തെങ്ങുകൾ, ഏത്തൻ, പൂവൻ തുടങ്ങി നിരവധി വാഴയിനങ്ങൾ, ജാതി, കൊക്കോ, അങ്ങനെ പലയിനം കൃഷികൾ. ഒരു സ്ഥലത്ത് തന്നെ വിളകൾ മാറി മാറി നടും. കീടബാധ കുറയ്ക്കാനും വിളവ് മെച്ചമാക്കാനും അതാണ് നല്ലതെന്ന് ചേട്ടൻ പറയും. ഈ പ്രായത്തിലും കൃഷിയുമായി ബന്ധപ്പെട്ട് പുതിയതായി എന്ത് കണ്ടാലും പഠിച്ചെടുക്കാനും നല്ല ഉത്സാഹം. വലിയ സെമിനാറുകൾ, പരിപാടികൾ ഇങ്ങനെ എവിടെയുണ്ടെങ്കിലും വിളിക്കുകയോ പറയുകയും ചെയ്യും, അറിയുകയും ചെയ്യും. ഞാൻ പോകാറുമുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ പുതിയ അറിവുകൾ നമുക്ക് ധാരാളം കിട്ടും. ആ അറിവ് വെച്ച് പുതിയ പരിപാടി എന്തെങ്കിലും, അതിൽ നിന്ന് മുഴുവൻ ശരിയായിരിക്കണമെന്നില്ല, നമ്മുടെ യുക്തിക്ക് മാറ്റി ചെയ്യും. അങ്ങനെ അതിന് വിജയം വരുന്ന പരിപാടി എടുക്കുക, അല്ലാത്ത വേണ്ടെന്ന് വയ്ക്കും. പാരമ്പര്യ രീതിയിൽ കൃഷി തുടങ്ങിയെങ്കിലും രാസവളങ്ങളെയും കീടനാശിനികളെയും ആശ്രയിച്ചായിരുന്നു കുറേക്കാലം കൃഷി ചെയ്തത്. പിന്നെയാണ് ജൈവ കൃഷിയുടെ വഴിയിലേക്ക് ലൂക്കോസ് എത്തിപ്പെട്ടത്. അതിന് വലിയ ഗുണമില്ല എന്നൊരു ചെറിയ തോന്നലിലേക്ക്.
യൂറിയൊക്കെ ഇട്ടാൽ ചുമ്മാ ആ വാർത്ത് കയറുമല്ലാണ്ട് നമുക്ക് ഗുണം കിട്ടണില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ജോസഫ് സാറിൻ്റെ ഒരു ക്ലാസ്സിലവിടെ ഒരു ആരാധന ഓർക്കുന്നില്ല, പുള്ളി വന്ന് പറഞ്ഞു ജൈവ രീതിയിലുള്ള കൃഷി കൊണ്ടേ രക്ഷപ്പെടുകയുള്ളൂ, മറ്റുള്ളതൊന്നും ഗുണം വരില്ല എന്നുള്ളൊരു അഭിപ്രായം ഒരു 20 വർഷം മുമ്പുള്ള മേളയ്ക്ക് പറഞ്ഞു. എന്നാൽ പിന്നെ ഇതില്ലാണ്ട് നമുക്ക് പരീക്ഷിക്കാം. അന്ന് മുതൽ പൊട്ടാഷ് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതിലേക്ക് വന്നു. അത് കഴിഞ്ഞ് അതും വേണ്ടാന്ന് വെച്ചു. അങ്ങനെയാണ് ജൈവ കൃഷിയിലേക്ക് വന്നത്. ഉൽപാദനം കൂടുതൽ കിട്ടുന്നത് ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോഴാണെന്ന് ലൂക്കോസ് ചേട്ടൻ മനസ്സിലാക്കി. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലും മറ്റ് ഏജൻസികളും വിപണനത്തിൽ സഹായിക്കുന്നുണ്ട്. പൂർണ്ണമായും ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതിന്റെ ഗുണം വിൽപ്പനയിലും മെച്ചമുണ്ടാക്കി. തൊഴുത്തിലെ പശുക്കൾ പാലും വളത്തിനുള്ള ചാണകവും തരുന്നു. നാടൻ ഇനങ്ങളെ വാങ്ങി വളർത്താനാണ് ചേട്ടന്റെ അടുത്ത പദ്ധതി. അത് ഉടൻ നടപ്പാക്കും. തേനുൽപാദനം ആദായം കൊണ്ടുവരുന്ന മറ്റൊരു മേഖലയാണ്. പറമ്പിലെ പല ഭാഗങ്ങളിലായി തേനീച്ച പെട്ടികൾ വച്ചിട്ടുണ്ട്. തേൻ വിറ്റ് വർഷത്തിൽ നല്ലൊരു തുക സമ്പാദിക്കാനാകും. ചെറു തേനീച്ചകൾ ഷെഡുകളുടെ മറവുള്ള ഇടങ്ങളിൽ ഒളിച്ചിരിക്കുന്നു. കിലോയ്ക്ക് 1000 രൂപയ്ക്ക് മുകളിലാണ് ചെറുതേനിന് വില. ഇത്തരത്തിൽ ഒരേ സമയം പല കൃഷികൾ ചെയ്യുന്നത് വെറുതെയല്ല. അതുകൊണ്ടാണ് നമുക്ക് ഗുണമുള്ളൂ. എല്ലാ സാധനവും ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സാധനത്തിൽ ന്യായമായ മാർക്കറ്റ് കിട്ടും. ഒരു കൃഷി തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ റബ്ബറിൻ്റെ അനുഭവം. പ്രായമൊക്കെ ആയില്ലേ, മക്കളൊക്കെ വലുതായില്ലേ, ഇനി അല്പം വിശ്രമിച്ചുകൂടെ എന്ന് പലരും ചേട്ടനോട് ചോദിക്കുന്നുണ്ട്. അവർക്കുമുണ്ട് മറുപടി. വിശ്രമിച്ച് ഇരിക്കേണ്ട കാര്യമില്ല, പോകുമ്പോക്കോട്ടെ, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ആ സമയമാകുമ്പോൾ പോകും. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് കിടന്നാൽ ആശുപത്രിയിൽ പോകണ്ട. ഏറ്റവും വലിയ ഗുണമാണ്. മണ്ണിന്റെ മനസ്സറിഞ്ഞ കർഷകന് വിശ്രമം ഒരു ഭാരമാണ്. ലൂക്കോസ് അത്തരമൊരു കർഷകനാണ്. പ്രായത്തിന്റെ പരിമിതികളെപ്പറ്റിയല്ല, ഇനിയും ചെയ്തു തീർക്കാനുള്ള ജോലികളെപ്പറ്റി മാത്രമാണ് അദ്ദേഹം എപ്പോഴും ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് പാടത്തിറങ്ങുമ്പോൾ ഈ ചെറുതാകാത്ത ചെറുപ്പം. ലൂക്കോസ് ചേട്ടന്റെ കൃഷിയിടം കാണാനും സംശയങ്ങൾ തീർക്കാനും നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വിലാസം ശ്രദ്ധിക്കുക. TL ലൂക്കോസ്, തോട്ടുപാട്ട്, കോടിക്കുളം, ഇടുക്കി. ഫോൺ നമ്പർ 0486 264646. നമ്പർ ഒരിക്കൽ കൂടി 0486 264646. നാട്ടുപച്ചയുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. നാട്ടുപച്ചയുടെ മുൻപുള്ള എപ്പിസോഡുകൾ manoromanews.com-ലും യൂട്യൂബിലും ലഭ്യമാണ്. നാട്ടുപച്ചയെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അഭിപ്രായങ്ങൾ അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, നാട്ടുപച്ച, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.